ശക്തമായ കാറ്റിനും മഴയ്ക്കും അകമ്പടി സേവിക്കുന്നവരാണല്ലോ പൊതുവെ വൈദ്യുതിയും സൂര്യദേവനുമെല്ലാം. കഴിഞ്ഞ ബുധനാഴ്ച നിലച്ച വൈദ്യുത പ്രവാഹമാണ് വന്നത് ഇപ്പോൾ, അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക്. കൂട്ടത്തിൽ കൂടെ ഇറങ്ങിപ്പോയ മറ്റേയാളും എത്തിയിട്ടുണ്ട്. നമ്മുടെ സൂര്യനെ എത്ര പെട്ടെന്നാണ് തണുത്ത അന്തരീക്ഷം മാറി ചൂടായത്. വീഡിയോയിൽ ഈ കാണിക്കുന്നത് 2 ദിവസം മുമ്പ് ഞാനൊന്ന് പുറത്തു പോയപ്പോഴെടുത്ത ചിത്രങ്ങളാണ്. വൈദ്യുതി ഇല്ലാതെ ഇതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. യാത്രയിൽ കൂടെ അമ്മയും മോനും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ റോഡരികിൽ ഒടിഞ്ഞു വീണ മരങ്ങൾ വെട്ടിയൊതുക്കുന്ന രംഗങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. മൊത്തത്തിൽ കൊടും തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു കാറിനുള്ളിലും. കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. കല്ലടയിൽ നിന്ന് നേരെ ചവറയിലേക്കും അവിടുന്ന് തിരിച്ച് ശാസ്താംകോട്ടയിലേക്കുമായിരുന്നു യാത്ര. ഡ്രൈവിങ്ങും വീഡിയോ എടുപ്പും ഒരുമിച്ച് അപകടമായതുകൊണ്ട് പറ്റുന്നവ മാത്രമേ പകർത്തിയെടുത്തിട്ടുള്ളൂ. ചവറയിൽ നിന്ന് അമ്മയുടെ മരുന്നും വാങ്ങി തിരികെ വരുന്ന വഴിക്ക് ഒരു കട്ടനും വടയും കഴിച്ച് ഒന്ന് വാമാകാൻ മറന്നില്ല. യാത്രക്കിടയിൽ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നുമുണ്ടായിരുന്നു. സാരഥിയിൽ ഇന്ധനമടിച്ച് ചിക്കൻ തൂക്കി മുറിക്കാൻ നൽകിയിട്ട് നേരെ പോയത് ശാസ്താംകോട്ടയിലേക്കാണ്. അവിടുന്ന് ഒരു കൊറിയർ എടുക്കാനുണ്ടായിരുന്നു. കൂട്ടത്തിൽ ചെറിയൊരു ഷോപ്പിംഗും നടത്തി. കൊറിയർ ഒരു ലൈവ് പ്ലാന്റ് ആയിരുന്നു. ലോട്ടസ് പ്ലാന്റ് കുറേ നാളായി എന്നെ കൊതിപ്പിക്കുകയാണ്. വിത്ത് വാങ്ങിയിട്ട് നോക്കി, മുളച്ചു വന്നെങ്കിലും അഴുകിപ്പോയി. നമ്മുടെ ആഗ്രഹം സത്യസന്ധവും തീവ്രവുമാണെങ്കിൽ നമ്മൾക്ക് നേടിയെടുക്കാനാകും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് യൂട്യൂബിൽ ഈ ലൈവ് പ്ലാന്റിന്റെ സെയിൽ കാണാനിടയായത്. പിന്നൊന്നും നോക്കിയില്ല, യാസിൻ ഗാർഡനിൽ നിന്നും സുഭദ്രയെ ഞാനങ്ങ് ഓർഡർ ചെയ്തു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ വന്ന് കൊറിയർ അൺബോക്സിംഗ് ചെയ്തു. അപ്പോഴേക്കും സന്ധ്യയായി. പിന്നെ കുക്കിങ്ങിനൊന്നും നിന്നില്ല. അമ്മയുടെ ഭാഷയിൽ ഒരു ഇംഗ്ലീഷ് ഡിന്നർ അങ്ങ് തട്ടിക്കൂട്ടി. ഇത് 2 ഭക്ഷണമാണ് കേട്ടോ, എന്റെയും മോന്റെയും. അങ്ങനെ ഭക്ഷണം കഴിച്ച് അന്നത്തെ ആ ദിനം അവസാനിപ്പിച്ചു.